ഇന്ന് പാചകത്തിൽ കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെയാണ് ഞാൻ പരിചയപ്പെടുന്നത്. ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആള്, അമ്മയാണ്. അപ്പോൾ ഇന്ന് അമ്മ എന്താ ചെയ്യാൻ പോണതെന്ന്? ഇടിച്ചക്ക. അപ്പോൾ ഇടിച്ചക്കയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. കയ്യൊന്നും വെട്ടി മുറിക്കില്ല കേട്ടോ. ഒരു ചക്ക ഫുള്ള് എടുക്കുന്നുണ്ടോ? ഇതെല്ലാവരും കണ്ടോ, നമ്മൾ കട്ടിംഗ് ബോർഡൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. കട്ടിംഗ് ബോർഡൊക്കെ വെറുതെ പ്രഹസനം. തീയൊക്കെ നന്നായിട്ട് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് പരിപാടി തുടങ്ങാം. ഇടിച്ചക്ക വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് നമുക്കത് വേവിച്ചെടുക്കണം അല്ലേ? ഇടിച്ചക്ക നമുക്ക് ആദ്യം വേവിച്ചെടുക്കാം. അപ്പോൾ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇടിച്ചക്ക വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഇടുന്നോ? ഉപ്പും മഞ്ഞൾപ്പൊടി ഇടാം. അപ്പോൾ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിച്ചെടുക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇടാം. എത്ര സമയം വേണ്ടി വരും? 10 മിനിറ്റ് വേണം. വെന്തുണ്ടാവും ഇപ്പോൾ? അതെന്തായിരിക്കും നോക്ക്, കൈ കൊള്ളുണ്ടോ? ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ പറ്റിയില്ല. ഇതിന് എന്താ ചെയ്യാൻ പോണു? ഇതിന് പൊടിക്കണം. പൊടിക്കേ? ഇത് ഇടിച്ചക്ക ഇടിക്കണ്ടേ? ചതയ്ക്കാനേ? ചതയ്ക്കാൻ. ഇടിച്ചക്ക നമ്മൾ ചക്ക വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനിയപ്പോൾ അത് ചതച്ചെടുക്കാം. ചതയ്ക്കുക. ശരിക്കും ഇറച്ചി പോലെ ഉണ്ട് അല്ലേ? പിന്നെ നല്ല സാധനം കൂട്ടാനായാലേ നല്ല രസമാണ്. വെച്ച് കഴിഞ്ഞിട്ട് കൊണ്ട് കൂട്ടാൻ ആർക്കായാലും എളുപ്പമാണെന്ന് പറയാം. ഇത് കണ്ടിച്ചങ്ങ് ഇതുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പാടും. ഇടിച്ചൊക്കെ ഇടിച്ച് ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത പരിപാടി നമുക്ക് തുടങ്ങാം. അപ്പോൾ ചക്ക ഇടിച്ച് ചതച്ചില്ലേ, ഇനി അപ്പോൾ അടുത്ത പരിപാടി എന്താ? അടുത്ത വരി ഉരുളി അടുപ്പത്ത് വയ്ക്കും. എന്നാൽ അടുത്തത് തുടങ്ങിയോ? അടുത്ത് വയ്ക്കട്ടെ. ഉരുളി വെച്ചു. അത് ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കണം. ഉരുളി ചൂടായോ? തീയല്ലേ നല്ല കത്തുന്നത്. ഞാൻ ചെയ്തു ഞാൻ ചോദിച്ചേ ഉള്ളൂ. ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടായി. അതിലേക്ക് ഉള്ളി വെളുത്തുള്ളി കൂടി ചേർത്തിടാം.
എന്താണ് ചെറിയുള്ളിയും വെളുത്തുള്ളി അല്ലേ? അരിശാലും ചുമന്ന കളർ പോലെ ആവണം. എന്നിട്ട് നമുക്ക് ഒരു വാങ്ങി വെക്കണമെങ്കിൽ മുളക് പൊടി കരിയല്ലേ. മുളക് പൊടിയില്ലേ? മുളക് ഇത് മതി. നമ്മളിവിടെ ഉണ്ടാക്കുന്ന മുളകായതുകൊണ്ട് മുളക് അധികം കൂടെ എല്ലാം നന്നായി. എന്നിട്ട് നമുക്കിനി അത്ര ചൂട് മതി. ഇതങ്ങ് ഇട്ട് ഇളക്കാം. അടുപ്പിക്കാൻ മുമ്പേ മുളക് അതിൻ്റെ ചൂടോടെ മൂത്തോളും. എന്നിട്ട് നമുക്കിത് അടുപ്പിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി ഇതിലേക്കൊക്കെ ആക്കാം. ഒരു വെള്ളം ഉണ്ടെങ്കിൽ ഇരിക്കട്ടെ. എണ്ണ ഇതിലൊക്കെ പിടിച്ച് ആവണ്ടേ. ആർക്കുണ്ടാക്കാനായാലും പെട്ടെന്ന് ആവും. സൂപ്പർ സാധനം. അധികം ഐറ്റംസ് വേണ്ടല്ലോ. വേണ്ട. സാധനമല്ലേ ഇനി വേണ്ടല്ലേ? ഇനിയൊന്നും വേണ്ടത് വാങ്ങാം. കഴിഞ്ഞു പരിപാടി. നോക്കി മതിയോ? മതി മതി. സൂപ്പർ സാധനം. അടുപ്പിന്നേ സൂപ്പറായിട്ടുണ്ടല്ലോ. പിന്നെ അടിപൊളിയായിരുന്നു. നന്നായിട്ട് അന്നുപോലെ നല്ല അടിപൊളി സാധനം. ചക്ക മുറിച്ച് ആക്കുന്ന ഇതേ ഉള്ളൂ. പിന്നെ വേവിച്ചെടുക്കുന്ന പറഞ്ഞാൽ പിന്നെ എളുപ്പമായി. എളുപ്പമാണ്. പിന്നെ പെട്ടെന്ന് പരിപാടി കഴിക്കും. അപ്പം ഇതിന് നമുക്ക് കഴിച്ച് കാണിക്കുന്ന പരിപാടി ഉണ്ട് എല്ലാ കഴിച്ചു. അപ്പോൾ സാധനം ഞാൻ കഴിച്ചു നോക്കാം. ഞാൻ ഓൾറെഡി കഴിച്ച് നോക്കി. എന്നാലും നിങ്ങൾക്ക് കഴിച്ച് കാണിച്ചു തരാം. ഇതാണ് ഐറ്റം. അമ്മ കഴിക്കേണ്ടിക്കില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിലും മനോഹരമായിട്ടുള്ള അടിപൊളി വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ഇറ്റ്സ് മീ സെബിൻ സൈനിങ് ഔട്ട് ഫ്രം ഹിൽടോപ്പ് കിച്ചൺ.